ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ആതിരാസ് ഈസി ടോക്സ്. സോ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് പാർട്ട് തിയറി ഞാൻ നേരത്തെ എടുത്തിരുന്നു. സോ ആ ഒരു തിയറി കാണാത്തവർ പോയി കാണാം. ആ തിയറി മനസ്സിലാക്കാതെ നമുക്ക് ഈ എസ്സേ ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. സോ ഇതിൽ നമ്മൾ ജൂഡിത്ത് ബട്ട്ലറിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ്, ഹർ വർക്ക്സ്, അതുപോലെ എസ്സേ ഇൻ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ലെങ്തിയാണ് വീഡിയോ. അപ്പം മാക്സിമം മെറ്റീരിയൽ കളക്ട് ചെയ്ത് തന്നെയാണ് ഈ ഒരു പ്രസൻറ്റേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. തിയറി കൾച്ചർ സ്റ്റഡീസിലെ ഏതൊരു ടെക്സ്റ്റ് ആയാലും അതിന് പിന്നിലെ തിയറി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം 2 ക്വസ്റ്റ്യൻസ് ഈ കൾച്ചർ സ്റ്റഡീസ് ഏരിയയിൽ നിന്ന് വന്നതും തിയറി ബേസ്ഡ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. സോ VHSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും ആ ഒരു ബേസിസിൽ തന്നെ വേണം പഠിച്ചു പോകാനായിട്ട്. ഓക്കെ, സോ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ജൂഡിത്ത് ബട്ട്ലർ, ഷീസ് ആൻ അമേരിക്കൻ ഫിലോസഫർ ആൻഡ് ജെൻഡർ തിയറിസ്റ്റ്. ഹർ വർക്ക് ഹാസ് ഇൻഫ്ലുവൻസ്ഡ് പൊളിറ്റിക്കൽ ഫിലോസഫി, എത്തിക്സ്, the field of third wave feminism, very important. Third wave feminism പെട്ട ആളാണ് ജൂഡിത്ത് ബട്ട്ലർ എന്ന് ഓർത്തിരിക്കുക. Then queer theory and literary theory. Butler is best known for their books Gender Trouble, Feminism and the Subversion of Identity, and Bodies That Matter on the Discursive Limits of Sex. അപ്പോൾ ഈ രണ്ട് വർക്ക്സ് വെച്ചിട്ടാണ് ജൂഡിത്ത് ബട്ട്ലറിനെ അറിയപ്പെടാനായിട്ട് കാരണമായ 2 വർക്ക്സ്. ആ വർക്കിന്റെ ഇയർ പഠിച്ചു വെക്കാം. ജെൻഡർ ട്രബിൾ, ഫെമിനിസം ആൻഡ് ദ സബ്വേർഷൻ ഓഫ് ഐഡന്റിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. ഓക്കെ, then she challenges conventional notions of gender and develop their theory of gender performativity. അപ്പം ജെൻഡർ കൺവെൻഷൻ ആയിട്ടുള്ള ജെൻഡർ നോഷൻസിനെ ഒന്ന് ചലഞ്ച് ചെയ്യുകയും അതിലൂടെ ജെൻഡർ പെർഫോമറ്റിവിറ്റി എന്ന തിയറിയെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തത് ആരാണ്? നമ്മുടെ ബട്ട്ലർ ആണ്. ബട്ട്ലർ ഹാസ് സപ്പോർട്ടഡ് ലെസ്ബിയൻ ആൻഡ് ഗേ റൈറ്റ്സ് മൂവ്മെന്റ്സ്. ഓക്കെ, then her other works include Excitable Speech, A Political of the Performative, The Psychic Life of Power, Theories in Subjection, Antigone's Claim, Kingsman Between Life and Death, Frames of War, When is Life Grievable, Parting Ways, Jewishness and the Critique of Zionism, The Force of Nonviolence, An Ethico-Political Bind. Okay, then about the work. ജെൻഡർ ട്രബിൾ, ഫെമിനിസം ആൻഡ് സബ്വേർഷൻ ഓഫ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ എസ്സേയിലെ ഫസ്റ്റ് എസ്സേ ആണ് നമുക്ക് എന്ന വർക്കിലെ ഫസ്റ്റ് എസ്സേ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1919. ഇറ്റ് വാസ് ബിൽഡ് അപ്പോൺ ദ ഫെമിലിയർ കൾച്ചറൽ തിയററ്റിക്കൽ അസംഷൻ ദാറ്റ് ജെൻഡർ ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്. അപ്പൊ ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. ദ റിസൾട്ട് ഓഫ് സോഷ്യലൈസേഷൻ, ബ്രോഡ് കൺസീവ്ഡ് റാദർ ദാൻ ഇന്നേറ്റ് വൺ. ഇറ്റ് ഓഫേഴ്സ് എ പവർഫുൾ ക്രിട്ടിക് ഓഫ് ഹെട്രോനോർമേറ്റിവിറ്റി and of the function of gender in the modern world. Okay, then the work is influential in feminism, women's studies, and lesbian and gay studies. Subject of sex, gender / desire is the first part of the book. ഇത് ആദ്യത്തെ ഭാഗമാണ്, ആദ്യത്തെ എസ്സേ ആണ്. അതുപോലെ തന്നെ ഈ ഒരു എസ്സേ 6 സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് കാണാം. സോ ഡീകൺസ്ട്രക്ഷൻ ഓൺ ദ ഐഡിയ ഓഫ് ജെൻഡർ ആണ് ഇവിടെ. ജെൻഡർ എന്ന് പറഞ്ഞ ഐഡിയ ഡീകൺസ്ട്രക്ട് ചെയ്യുന്നതായിട്ടും ഒക്കെ കാണാനായിട്ട് സാധിക്കും ഈ എസ്സേയിലൂടെ. സോ കഴിഞ്ഞ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്തേക്കാം. സോ ഒരിക്കലും ആ ഒരു വീഡിയോ കാണാത്തവർക്ക്, തിയറി അറിയാത്തവർക്ക് ഒരിക്കലും ഈ ഒരു എസ്സേ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, ദെൻ സോ എസ്സേ 6 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 6 ചാപ്റ്റേഴ്സിന്റെ പേര് ആണ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ടോക്ക് പോകുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കോട്ട്സ് ഉണ്ട്. അതായത് കുറച്ച് ആൾക്കാരുടെ കോട്ട്സ് വെച്ചിട്ടാണ് നമ്മുടെ ജൂഡിത്ത് ബട്ട്ലർ തിയറി, അതായത് ജെൻഡർ പെർഫോമറ്റിവിറ്റി എന്ന തിയറിയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സോ അത് ആരെയൊക്കെയാണ് ഇവിടെ ജൂഡിത്ത് ബട്ട്ലർ റെഫർ ചെയ്ത് പോകുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അവരുടെ കുറച്ച് കോട്ട്സ് എടുത്തിട്ടുണ്ട്. ജൂഡിത്ത് ബട്ട്ലർ എടുത്ത കോട്ട്സ് ഇതൊക്കെയാണ്. ബൂവറിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട് സ്ലൈഡിൽ, സോ കറക്റ്റ് ചെയ്യാം. One is not born a woman but rather becomes one. So Simone de Beauvoir ആണ് പറഞ്ഞത്. Strictly speaking, woman cannot be said to exist. Julie Kristeva. Woman does not have a sex. Lucy Irigaray. The development of sexuality established the notion of sex. Michael Foucault. Then the category of sex is the political category that found society as heterosexual. Monique Wittig. Okay. So moving on to the text, the chapter. Woman, first chapter എന്താണ്? Woman as a subject of ഫെമിനിസം. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. അതായത് ഇവിടെ സബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരിക്കലും മെന്നെ അല്ല. ജൂഡിത്ത് ബട്ട്ലറിന്റെ സബ്ജക്റ്റ് വിമൺ ആണ് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നതാണ്. ഓക്കെ, സോ ദ കാറ്റഗറി ഓഫ് വിമൺ ആസ് എ സബ്ജക്റ്റ് ഓഫ് ഫെമിനിസം. ഫെമിനിസം സീക്സ് ടു സെക്യൂർ വുമൺസ് റെപ്രസെന്റേഷൻ ഇൻ സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ്. അക്കോർഡിംഗ് ടു ബട്ട്ലർ,
However, both the notion of a stable, universal category of woman as well as the very notion of a subject under the law are now open to question. Butler suggests that the very notion of the subject represented and regulated by the law is troublesome. സോ ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരു വുമൺ, ഇവിടെ പർട്ടിക്കുലർ ആയിട്ട് വുമൺ ആണ് സബ്ജക്റ്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വുമൺ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ജെൻഡർ, അതായത് നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്, ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒന്നാണെന്ന് പറയുന്നുണ്ട്. കാരണം എന്താ, ഈവൻ ലോയിൽ പോലും നമുക്ക് ഈ ഒരു നിയമം ജെൻഡർ നോംസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ഈ ഒരു നോം അത് എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ട് തന്നെ ഫീമെയിൽ എന്ന് പറയുന്ന സബ്ജക്റ്റിന് കൊടുത്തിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് കുറച്ച് ഐഡന്റിറ്റീസ് ഉണ്ട്. ഐഡന്റിറ്റീസ് പ്രശ്നം തന്നെയാണ്. സോ അവരെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് സമൂഹത്തിൽ കൊടുത്തിരിക്കുന്നത്. സോ ഒരിക്കലും ഒരു നിയമത്തിലോട്ട് പോയി കഴിയുമ്പോൾ ഇവർക്ക് എത്രത്തോളം റെപ്രസെന്റേഷൻ കിട്ടുന്നുണ്ട്. അതായത് നിയമം ഇവിടെ ഉദ്ദേശിക്കുന്നത് ജെൻഡർ നോംസ് ആണ്. ഓക്കെ, ജെൻഡർ ലോസ് ആണ്. സോ ജെൻഡർ ലോസ് എത്രത്തോളം ജസ്റ്റിഫിക്കേഷൻ വുമണിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു എസ്സേയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുന്നത്. So she puts forth the premise that the very subject cannot exist apart from the law. ഒരാൾക്ക് പോലും ഈ ഒരു ലോയിൽ നിന്ന്, ഈ ഒരു ജെൻഡർ ലോയിൽ നിന്നും അതായത് മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് the law itself defines or constructs the subject which it then seeks to regulate. അപ്പൊ ഈ ലോ തന്നെയാണ് ആരെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ ഒരു സബ്ജക്റ്റിനെ. ഇവിടെ സബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ജെൻഡർ ഐഡന്റിറ്റി ആണ്. അപ്പൊ ഈ ഒരു ജെൻഡർ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്, ഈ ജെൻഡർ നോംസ് തന്നെയാണ്. which it then seeks to regulate, and this is a problem of the ontological integrity of the subject before the law. സോ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ആൾക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഈ ഒരു ജെൻഡർ നോമാണ്. ജെൻഡർ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ജെൻഡർ നോം തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഹാവിംഗ് ക്രിയേറ്റഡ് എ സബ്ജക്ട്, ദി ജൂറിഡിക്കൽ സ്ട്രക്ചർ of power which regulate social norms through prohibition hide the fact that they have done so. Okay, സോ ഇവിടെ എന്താണ് ക്രിയേറ്റഡ് ആയി വരുന്നത്, ക്രിയേറ്റഡ് ആവുന്നത് ഒരു സബ്ജക്റ്റ് ആണ്. ഇവിടെ സബ്ജക്റ്റ് ആരാണ്, വിമൻ ആണ്. സോ ഒരു പവർ ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. ഡോമിനന്റ് ഗ്രൂപ്പിന്റെ പവർ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ പവർ ഏത് രീതിയിലാണ്, സോഷ്യൽ നോം എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിലൂടെ ആരാണ് ഇതിൽ അനുഭവിക്കേണ്ടി വരുന്നത്, ഇതിലെ സബ്ജക്റ്റ് ആണ്. ഓക്കെ, സോ ദ നോംസ് ത്രൂ പ്രൊഹിബിഷൻ ഹൈഡ് ദ ഫാക്ട് ദാറ്റ് ദേ ഹാവ് ഡൺ സോ. അപ്പം ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഈ ഒരു നോംസ് ഒബേ ചെയ്യാനായിട്ട് ഇതിലെ സബ്ജക്റ്റ് ബാധ്യസ്ഥരാണ്. സോ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഔട്ട്കം ആയിട്ട് തന്നെയാണ് നടന്നു പോകുന്നത്. Then, while the subject appears to have a natural existence, the predators, the law, Butler claims this is the foundationalist fiction. അപ്പം ഇവിടെ ജെൻഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നോം എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷണലിസ്റ്റ് ഫിക്ഷൻ ആണ്. എന്ത് ഫിക്ഷൻ? അതായത് നീ എന്ന സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം ഒരു സമൂഹത്തിൽ ബിഹേവ് ചെയ്യേണ്ടത്, നീ എന്ന പുരുഷൻ ഇങ്ങനെ ആവണം, നീ അക്കോർഡിംഗ് ടു യുവർ സെക്സ് യു ആർ ഫീമെയിൽ, അക്കോർഡിംഗ് ടു യുവർ സെക്സ് യു ആർ എ മെയിൽ. അതുകൊണ്ട് തന്നെ യു ഹാവ് സം ജെൻഡർ റോൾസ് ടു ബി പെർഫോംഡ് ഇൻ ദ സൊസൈറ്റി എന്നൊരു ഐഡിയ ആര് പറയുന്നുണ്ട്, ഈ ഒരു ലോ പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷണലിസ്റ്റ് ഫിക്ഷൻ ദാറ്റ് ബട്ട്ലർ ടോക്സ് അബൌട്ട്. Assuming there exists a feminist subject, defining this subject as problematic. അപ്പൊ ഈ ഒരു ഫെമിനിസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, അതിനെ ആ ഒരു ഫെമിനിസ്റ്റ്, ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് ബട്ട്ലർ ഇവിടെ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. Femininity and the workings of the patriarchy, the social and legal structures that ensure the domination of men over women are not universal. എന്നിട്ട് പറയുന്നുണ്ട്, അതായത് എല്ലായിടത്തും ഇത് ഒരുപോലെ ആണെന്ന് ഞാൻ പറയുന്നില്ല. ഡോമിനേഷൻ ഓഫ് മെൻ ഓർ വുമൺ എല്ലായിടത്തും ഒരുപോലെയല്ല. ഒരിടത്ത് സോഷ്യലി ലീഗൽ, അതായത് ഒരിടത്ത് ഇങ്ങനെയാണെങ്കിൽ മറ്റൊരിടത്ത് അത് മറ്റൊരു രൂപത്തിലാണ്. എല്ലായിടത്തും ഒരുപോലെയാണ് ഈ ഒരു ഡോമിനേഷൻ എന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഈ ഒരു ഡോമിനേഷൻ എങ്ങനെയാണ്, ത്രൂ ദ സോഷ്യൽ ആൻഡ് ലീഗൽ സ്ട്രക്ചേഴ്സ്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു തിങ് ആയിട്ട് ഈ സൊസൈറ്റിയിൽ ആക്ട് ചെയ്ത് പോകുന്നതാണ്. ആൻഡ് ജെൻഡർ റോൾസ് ആൻഡ് ദ പവർ സ്ട്രക്ചേഴ്സ് ഓഫ് പാട്രിയാർക്കി വെരി വിവിഡ്ലി അക്രോസ് കൾച്ചർ. അപ്പം ഓരോ കൾച്ചർ മാറുന്നതിനനുസരിച്ച് ഈ ഒരു ജെൻഡർ റോൾസും അതുപോലെ തന്നെ പാട്രിയാർക്കിയുടെ പവർ സ്ട്രക്ചേഴ്സും മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാനും സാധിക്കും. ദെൻ ദോസ് എക്സ്പീരിയൻസ് ആർ മോഡിഫൈഡ് ബൈ ദർ ഇന്റർസെക്ഷൻ വിത്ത് റേഷ്യൽ, ക്ലാസ്, എത്നിക്, സെക്ഷൽ ആൻഡ് റിലീജിയസ് മൊഡാലിറ്റീസ്. അപ്പം ഓരോ എക്സ്പീരിയൻസും മാറി മാറി വരുന്നുണ്ട്. കാരണം ഓരോ കൾച്ചർ, ഓരോ ക്ലാസ്, ഓരോ റേഷ്യൽ, ഓരോ എത്നിക്,
റേഷ്യൽ, എത്തനിക്, സെക്ഷൽ, റീജിയണൽ എന്താ പറയുക മൊഡാലിറ്റീസ് വരുന്ന സമയത്ത് ഈ ഓരോ എക്സ്പീരിയൻസ് മേ ബി ഇന്റർസെക്ഷൻ, അതായത് എന്താ പറയുക കൊളാപ്സ് ചെയ്ത് വരാം, പല പുതിയ കൾച്ചേഴ്സ് ആയിട്ട് മാറാം. അപ്പൊ പല രീതിയിലാണ് ഇത് ഓരോ കൾച്ചറിലും റെപ്രസെന്റ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ഓരോ കൾച്ചറിലും ഓരോ രീതിയിലാണ് ഇതിന്റെ നോംസ് വരുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. സോ ഫെമിനിസം must not exclude by universalizing the concepts. അതുകൊണ്ട് ഫെമിനിസം ഒരിക്കലും എന്താ പറഞ്ഞേക്കുന്നത്, മസ്റ്റ് നോട്ട് എക്സ്ക്ലൂഡ് ബൈ യൂണിവേഴ്സലൈസിങ് ദ കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റിനെ യൂണിവേഴ്സലൈസ്ഡ് ആയിട്ട് ഒരു കൺസെപ്റ്റ് ആയിട്ട് എന്താ പറയുന്നത് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. പകരം ഓരോ ഇടത്തും കൾച്ചർ, ഓരോ ഇടത്തും ട്രഡീഷൻ ഡിഫറെന്റ് ആയിരിക്കാം, പക്ഷേ ഡോമിനേഷൻ എന്ന് പറയുന്ന ഒന്ന് ഇറ്റ് ഈസ് എ കോമൺ തിങ്. അത് പല രീതിയിലാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതേ ഉള്ളൂ സൊസൈറ്റിയിൽ. ഓക്കെ, the response to these problems is not seek universal criteria for the category of women, or to try to discover a subject that exists outside the law. So the response to this problem, അപ്പം ഇതിനൊരു എന്താ പറയുക റെസ്പോൺസ് ആയിട്ട് വരുന്ന എന്താ, യൂണിവേഴ്സൽ ക്രൈറ്റീരിയ ഫോർ ദ കാറ്റഗറി ഓഫ് വുമൺ, നോട്ട് ടു ട്രൈ ടു ഡിസ്കവർ എ സബ്ജക്ട്. അപ്പം അതായത് നമുക്കൊരു സബ്ജക്റ്റിനെയോ സൊസൈറ്റിയിൽ നിന്ന് കണ്ടുപിടിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് ഒരു സോഷ്യൽ ക്ലാസ്സിൽ ചെന്ന് നിൽക്കുമ്പം അവിടെ മെൻ ഏതാണ് ഫീമെയിൽ ഏതാണെന്ന് കറക്റ്റ് ആയിട്ടുള്ളൊരു ഡിസ്പാരിറ്റി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് പലരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഇറങ്ങി നടന്ന പെണ്ണാണോ ആണാണോ എന്ന് തിരിച്ചറിയാത്ത കുറച്ച് പേര്. അപ്പൊ നമ്മൾ അവരെ പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. എന്തിനാ ഇവരിങ്ങനെ നടക്കുന്നത്, അവൻ അവൻ്റെതായിട്ടുള്ള രീതിയിൽ അവൻ നടന്നോടെ, ഒരു ആണായിട്ട് നടന്നോടെ, അല്ലെങ്കിൽ അവർക്കൊരു പെണ്ണായിട്ട് നടന്നോടെ. സോ ഈ കൈൻഡ് ഓഫ് കാറ്റഗറൈസേഷൻ സമൂഹത്തിൽ തീർച്ചയായിട്ടും നിലനിൽക്കുന്ന ഒന്നാണ്. അത് ഏത് സമൂഹത്തിലായാലും പല രീതിയിൽ, ക്ലാസ് മാറിക്കോട്ടെ, എത്തനിക് കോമ്പോസിഷൻ മാറിക്കോട്ടെ, റേസ് മാറിക്കോട്ടെ, ഏത് മാറിയാലും അവരുടെ എക്സ്പീരിയൻസ് ചേഞ്ച് ചെയ്യും. എക്സ്പീരിയൻസ് പല രീതിയിലാവും, ഡോമിനേഷൻ പല രീതിയിലായിരിക്കാം, പക്ഷേ ഈ ഒരു പ്രോബ്ലം ഒരു യൂണിവേഴ്സലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, Butler's task is to conduct a feminist genealogy to investigate the various ways these categories have been constructed. അതുകൊണ്ട് ഒരു ഫെമിനിസ്റ്റ് ജീനിയോളജി തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബട്ട്ലർ തീരുമാനിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് എങ്ങനെയാണ് ഈ ഒരു ജെൻഡർ ഐഡന്റിറ്റി സൊസൈറ്റിയിൽ കൺസ്ട്രക്റ്റഡ് ആവുന്നത് എന്ന് കണ്ടുപിടിക്കാൻ. And this investigation will expose the nature of this concept as historical construction. അതായത് ഈ ഒരു സ്റ്റഡി നടത്തുന്ന സമയത്ത് നമുക്ക് അവസാനം മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞത് എന്താണ്, അതൊരു ഹിസ്റ്റോറിക്കൽ കൺസ്ട്രക്ഷൻ ആണ്. ഒരിക്കലും എങ്ങനെ നമ്മൾ ശരിക്കുള്ള, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒന്നല്ല, പകരം സൊസൈറ്റി തലമുറകളായിട്ട് കൈമാറി വന്ന ഒരു കൺസ്ട്രക്ഷൻ, ഒരു ഹിസ്റ്റോറിക്കൽ കൺസ്ട്രക്ഷൻ ആണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ത്രെഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. So in the second chapter, the compulsory order of sex, gender and desire, she gives a distinction between the thing sex and gender. So let's have a look at it. So feminism has distinguished between gender and sex. Appo feminism correct ആയിട്ട് ഇതിനൊരു ഡിസ്റ്റിങ്ഷൻ കൊടുക്കുന്നുണ്ട്. What is sex and what is gender? Sex is considered fixed and determined by biology, while gender is acknowledged to rise out of culture. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. സെക്സ് ഫിക്സഡ് ആയിട്ടുള്ള ഒന്നാണ്, അത് ബയോളജിക്കൽ ആണ്. ജെൻഡർ ഈസ് നോട്ട് എ ബയോളജിക്കൽ കൺസ്ട്രക്ട്, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ സൊസൈറ്റി. ഓക്കെ, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ കൾച്ചർ. According to Butler, this does not imply that there is necessarily a correlation between male bodies and the masculine gender, nor between female bodies and the feminine gender. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും എന്താ മെയിൽ ബോഡിയെ മസ്കുലൈൻ ജെൻഡർ ആണെന്നും അതുപോലെ ഫീമെയിൽ ബോഡി ആണെങ്കിൽ അത് ഫെമിനൈൻ ജെൻഡർ ആണെന്നും ഒരിക്കലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കോറിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് ബട്ട്ലർ പറയുന്നത്. ദെൻ അഡീഷണലി ദർ ഈസ് നോ നീഡ് ടു അസ്യൂം ദർ ആർ ടു ജെൻഡേഴ്സ്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് ജെൻഡേഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നും നമ്മുടെ ബട്ട്ലർ പറയുന്നുണ്ട്. സോ ബട്ട്ലർ ക്വസ്റ്റ്യൻസ് ദ നേച്ചർ ഓഫ് സെക്സ് and proposes that, like gender, sex is a category constructed through scientific and historical discourses and according to certain political and social interests. സെക്സ് എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ കൺസ്ട്രക്റ്റ് ആണ്. അപ്പം ഈ സെക്സ് എന്ന് പറയുന്ന എന്താണോ അതെങ്ങനെയാണെന്നാ പറഞ്ഞേക്കുന്നത്, ലൈക്ക് ജെൻഡർ പോലെ തന്നെയാണ് ഈ ഒരു സെക്സും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതായത് സെക്സ് എന്ന് പറയുന്നത് ജെൻഡർ പോലെ തന്നെ ഒരു കാറ്റഗറിയാണ്. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ത്രൂ, അതായത് സയന്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡിസ്കോഴ്സിലൂടെ കൺസ്ട്രക്ട് ചെയ്ത ഒന്ന് തന്നെയാണ് എന്തും സെക്സും, ലൈക്ക് ദാറ്റ് ഓഫ് ജെൻഡർ ആൻഡ് അക്കോർഡിംഗ് ടു സർട്ടൻ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇൻട്രസ്റ്റ്. അതിലും കുറച്ച് എന്തുണ്ട്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇൻട്രസ്റ്റ് എന്താണ്, നമ്മുടെ ജെൻഡർ തന്നെ. ഓക്കെ, so if sex is constructed, then perhaps there is no actual distinction between sex and gender. അങ്ങനെയാണെങ്കിൽ ഈ സെക്സും കൺസ്ട്രക്റ്റഡ് ആണെങ്കിൽ there is no particular distinction, അതായത് സെക്സും ജെൻഡറും തമ്മിൽ പിന്നെ നമുക്കൊരു ഡിസ്റ്റിങ്ഷനും പറയാനായിട്ട് സാധിക്കില്ല എന്നും ബട്ട്ലർ പറയും.
Then she asserts that gender is the means by which sex itself is constructed and presented as pre-discursive or natural. Again she says that gender എന്ന് പറയുന്നത് എന്താ, gender is a means by which sex itself is constructed. gender എന്ന് പറയുന്നത് ഇത് രണ്ടും ഒരുപോലെ പോകുന്ന ഒന്നാണ്. അതായത് പ്രീ ഡിസ്കർസീവ് നാച്ചുറൽ ആണെന്ന് പറയുന്നുണ്ട് എന്ത്, സെക്സ്. അതുപോലെ തന്നെയാണ് ജെൻഡർ എന്നും അസേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഇത് സെക്കൻഡ് പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ബട്ട്ലർ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് മീൻ ചെയ്യുന്നുണ്ട്. സോ ഇത്രയും മാത്രം മനസ്സിലായിരിക്കാം. സെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ബയോളജിക്കൽ തിങ് ആൻഡ് ജെൻഡർ വിച്ച് ഇസ് കൾച്ചറലി ആൻഡ് സോഷ്യലി ക്രിയേറ്റഡ്. ഓക്കെ. Then chapter 3, gender, the circular ruins of contemporary debate. So taking up the inquiry into how gender is constructed, Butler presents French philosopher Simone de Beauvoir asserting that one is not born a woman but rather becomes one, and that the body is a situation. So ഈ ഒരു തിയറി, ബട്ട്ലറിന്റെ തിയറി ജെൻഡർ ഒരു കൺസ്ട്രക്ട് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ബട്ട്ലർ സിമൺ ഡി ബൂവറിന്റെ ഒരു കോട്ട് എടുത്തിട്ടുണ്ട്. എന്താണ്, വൺ ഈസ് നോട്ട് ബോൺ എ വുമൺ ബട്ട് റാദർ ബിക്കംസ് വൺ. ഒരിക്കലും ഒരു സ്ത്രീ ആയി ജനിക്കുകയല്ല, പകരം ജനിച്ച ശേഷം സ്ത്രീയായി മാറുകയാണ് എന്ന് പറയുകയുണ്ടായി. ആൻഡ് ദ ബോഡി ഈസ് എ സിറ്റുവേഷൻ. അതിന് അവർ കാരണമായി കാണുന്നത് എന്താണ്, ഈ ഒരു ബോഡി, ഈ ഒരു സെക്സ്, ഫീമെയിൽ മെയിൽ എന്ന് പറയുന്ന ഒരു സെക്സ് ആണ് ഇതിനായിട്ട് കാരണമായിട്ട്, ഈ ഒരു ഡിസ്റ്റിങ്ഷന് കാരണമായിട്ട് കാണുന്നത്. So she claims that investigation will show that sex is actually gender and that the body comes into being in through the mark of gender. Okay, then some have categorized gender as a relation, not an individual attribute. In this scheme, the meaning of feminine exists only in relation to the meaning of masculine. So ചിലർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, അതായത് ജെൻഡർ ആസ് എ റിലേഷൻ, നോട്ട് ആൻ ഇൻഡിവിജ്വൽ അട്രിബ്യൂട്ട്. അതായത് ജെൻഡർ ഒരു റിലേഷൻ ആണ്, ഒരിക്കലും ഒരു ഇൻഡിവിജ്വലിന്റെ അട്രിബ്യൂട്ട് അല്ല. റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, തലമുറയായിട്ട് കൈമാറി വന്ന ഒരു റിലേഷൻ, ഒരു നോം, ജെൻഡർ ഐഡന്റിറ്റി ആണല്ലേ. സോ ഇങ്ങനെയുള്ള സ്കീമിൽ എന്താണ് പറയുന്നത്, മീനിങ് ഓഫ് ഫെമിനൈൻ എക്സിസ്റ്റ് ഓൺലി ഇൻ റിലേഷൻ ടു ദ മീനിങ് ഓഫ് മസ്കുലൈൻ. അപ്പം ഒരു ഫെമിനൈൻ ഐഡന്റിറ്റിക്ക് ഒരു മീനിങ് കിട്ടണമെങ്കിൽ അതിന് മസ്കുലൈൻ ഐഡന്റിറ്റിയുമായിട്ട് ചേർത്ത് വെച്ച് വായിച്ചാൽ മാത്രമേ സാധിക്കൂ. ഈ ഒരു തിയറിയിൽ അല്ലെങ്കിൽ ഈ ഒരു സ്കീമിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്താ, ജെൻഡർ ആസ് എ റിലേഷൻ നോട്ട് ആസ് എൻ ഇൻഡിവിജ്വൽ ആട്രിബ്യൂട്ട് എന്ന കാര്യത്തിൽ ഫെമിനൈൻ എന്ന് പറയുന്നത് വാല്യുബിൾ ആവുന്ന എവിടെയാണ്, മസ്കുലൈൻ എന്നൊരു കാര്യം കൂടെ കൺസെപ്റ്റ് ആയിട്ട് ചേർന്ന് വരുമ്പോഴാണെന്ന് പറഞ്ഞു പോകും. Then for Simone de Beauvoir and French novelist radical feminist Monique Wittig, the masculine gender is the unmarked gender of universal brotherhood and the feminine gender is the marked one, that is the other. അപ്പം masculine gender എന്ന് പറയുന്നത് അൺമാർക്ക്ഡ് ജെൻഡർ ആണെന്നും ഫെമിനൈൻ ജെൻഡർ മാർക്ക്ഡ് ജെൻഡർ ആണെന്നും പറയുന്നു. ആരാണ് പറയുന്നത്, മണ്ടേയ് വിറ്റിംഗ് ആണെന്ന് ഓർത്തിരിക്കുക. And for French philosopher Lucy Irigaray, the masculine or phallocentric quality of language present woman not as marked or other but as unpresentable or a linguistic absence. അപ്പം ലൂസി ഇറിഗാറിയുടെ തിയറിയിൽ എന്താണ് പറയുന്നത്, ശരിക്കും വുമനെ മാർക്ക്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അതർ ആയിട്ടോ അല്ല പറയുന്നത്, പകരം അൺപ്രസന്റബിളോ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ആബ്സെന്റ്, അതായത് വോയിസ് ഇല്ലാത്ത ഒന്നായി സ്ത്രീകൾ മാറിപ്പോകുന്നതായിട്ട് കാണാം. അൺപ്രസന്റബിൾ, പ്രസന്റ് ചെയ്യാൻ സാധിക്കാത്തതോ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ആബ്സെൻസ് ആയിട്ടാണോ ആ തിയറിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ രണ്ട് ആർഗ്യുമെന്റ്സ് ഓർത്തിരിക്കാം. മൊണ്ടേഗ് വിറ്റിങ്ങിന്റെ ആർഗ്യുമെന്റ് എന്തായിരുന്നു, ലൂസി ഇറിഗാറിയുടെ ആർഗ്യുമെന്റ് എന്തായിരുന്നു. ഓക്കെ. This thread of analysis segues into Butler's inquiry into the nature of being, which Butler calls a metaphysics of substance. And this refers to the way subjects being with individual existence or substance are constructed within various discourses. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓരോ ഡിസ്കോഴ്സസിലും ഓരോ സബ്ജക്ട്സിനെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്നത് എന്ന് പറയുന്നു. Then chapter 4, theorizing the binary, the unitary and beyond. So here Butler returns to the question of a staple identity category of women and whether this is necessary for feminism to proceed with its goal. She asserts that the search for such a category has caused lapses into totalizing when feminism assumes that any one set of experience or attributes can encompass women. Okay. അപ്പൊ തിരിച്ച് ബട്ട്ലർ പോകുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ, അതായത് സ്റ്റേബിൾ ഐഡന്റിറ്റി കാറ്റഗറി ഓഫ് വുമൺ. അപ്പൊ ശരി, എന്റെ സബ്ജക്ട് വുമൺ ആണ്, അപ്പൊ എങ്ങനെയാണ് ശരിക്കും ഈ ഒരു വുമണ് ഈ ഒരു സ്റ്റേബിൾ ഐഡന്റിറ്റി കിട്ടിയത്, വെദർ ദിസ് ഈസ് നെസസറി ഫോർ ഫെമിനിസം ടു പ്രൊസീഡ് വിത്ത് ഇറ്റ്സ് ഗോൾ. അതായത് ശരിക്കും ഫെമിനിസം ഈ ഒരു കാര്യത്തിൽ നോക്കി കാണേണ്ട ആവശ്യമുണ്ടോ. ഓക്കെ. സോ ഇവിടെ ലാപ്സസിനെയാണ് കാണിക്കുന്നത്. ലാപ്സസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജെൻഡർ നോംസ് കൊണ്ട്, ജെൻഡർ നോംസ് ക്രിയേറ്റഡ് ആയതുകൊണ്ട് ഇതിലെ സബ്ജക്റ്റിന് നമ്മൾ മാർക്ക്ഡ് ആണെന്ന് ആര് പറഞ്ഞതാ, മൊണ്ടേഗ് വിറ്റിംഗ് പറഞ്ഞ, അല്ലെങ്കിൽ ഇറിഗാറി പറഞ്ഞിട്ടുള്ള എന്താ പറഞ്ഞേക്കുന്നത്, ഇറിഗാറി പറഞ്ഞേക്കുന്ന ഒരു കൺസെപ്റ്റ്.
അതായത് ലിംഗ്വിസ്റ്റിക് ആബ്സെൻസ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയത് എന്തുകൊണ്ട്, ഈ ഒരു ലാപ്സ് ആയത് എന്തുകൊണ്ടാണ്? സോ ഫെമിനിസം അസ്യൂംസ് ദാറ്റ് എനി വൺ സെറ്റ് ഓഫ് എക്സ്പീരിയൻസ് ഓർ അട്രിബ്യൂട്ട് ക്യാൻ എൻകോംപസ് വുമൺ. അപ്പം ഇതിൽ ഏത് തിയറി എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്ന ഒന്ന് തന്നെയാണ്, ഇവിടെ പല രീതിയിലായാലും സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് വുമൺ തന്നെയാണ്. സൊസൈറ്റിയിൽ ജെൻഡർ നോംസും ജെൻഡർ ഐഡന്റിറ്റിയും ക്രിയേറ്റ് ചെയ്തതിന് കാരണം തന്നെയാണ് ഈ ഒരു ഡോമിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു വുമൺ സബോർഡിനേഷന് കാരണമാകുന്നത് എന്നും ബട്ട്ലർ പറയും. ദെൻ this totalizing or universalizing is an error that feminism ought to investigate and remain our guard against. അപ്പം ഈ ഒരു യൂണിവേഴ്സലൈസിങ്, അതായത് എല്ലാ രാജ്യത്തും സ്ത്രീകളും ഒരുപോലെയാണ് ഡൊമിനേഷൻ നേരിടുന്നത്, അല്ലെങ്കിൽ എല്ലായിടത്തും ഒരേ പ്രശ്നം തന്നെയാണ് നേരിടുന്നത് എന്നുള്ള രീതിയിൽ ഈ ഒരു ഫെമിനിസത്തെ നമുക്ക് യൂണിവേഴ്സലൈസ്ഡ് ആയിട്ട് കാണേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. പകരം ഓരോയിടത്ത പൊളിറ്റിക്സും ഓരോയിടത്ത കൾച്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് one is different from the other. Okay, so Butler is wary of this identity politics for their exclusionary nature, and she examines the alternative of coalitional politics where the category of woman is neither predetermined nor stable. Okay, then identity politics have caused fragmentation among feminists. She proposes a new concept of coalitional politics which will allow for the inclusion of various shifting unstable feminine identities. So ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് പറഞ്ഞൊരു കാര്യം പല രീതിയിൽ പലരും നോക്കി കാണാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഫെമിനിസത്തിൽ ഇതൊരു ഫ്രാഗ്മെന്റേഷന് കാരണമാവുകയും അതുകൊണ്ട് തന്നെ പുതിയൊരു കൺസെപ്റ്റ് നമ്മുടെ ബട്ട്ലർ കൊണ്ടുവരുന്നുണ്ട്, അതാണ് കോലേഷണൽ പൊളിറ്റിക്സ്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളെ ഫെമിനിസ്റ്റ് ഐഡന്റിറ്റീസിനെയും പല ഷിഫ്റ്റിങ്ങിനെയും എല്ലാം ഇൻക്ലൂസീവ് ആയിട്ട് എടുക്കാനായിട്ട് ബട്ട്ലർ ശ്രമിക്കുന്നുണ്ട്. സോ സച്ച് എ കൺസെപ്ഷൻ will avoid the problem at the heart of identity politics, the normative question of what woman ought to be. So അങ്ങനെ ഒരു കാര്യം വന്നപ്പോഴത്തേന് എന്ത് ചെയ്തു, ഇവിടെ ഐഡന്റിറ്റി പൊളിറ്റിക്സ് റേസ് ചെയ്തിരുന്ന കുറച്ച് എന്താ പറയുക മിസ്കൺസെപ്റ്റ്സിനെ മാറ്റി പകരം ദ നോർമേറ്റീവ് ക്വസ്റ്റ്യൻ ഓഫ് വാട്ട് വുമൺ ഓട്ട് ടു ബി, എന്താവണം വുമൺ പിന്നീട് എന്നൊരു ക്വസ്റ്റ്യനെയും കൂടെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദെൻ ചാപ്റ്റർ 5 ഐഡന്റിറ്റി, സെക്സ് ആൻഡ് ദ മെറ്റാഫിസിക്സ് ഓഫ് സബ്സ്റ്റൻസ്. Butler claims that identity, the quality that designates personhood, is inseparable from gender. So identity എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പറയുമ്പോഴത്തേന് അവിടെ ഇറ്റ്സ് എ ക്വാളിറ്റി ദാറ്റ് ഡിസഗ്നേറ്റ് പേഴ്സൺഹുഡ്, ഓരോ വ്യക്തികളെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ് ഐഡന്റിറ്റി. പക്ഷെ ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ജെൻഡർ, ജെൻഡറിൽ നിന്നും ഇൻസെപ്പറബിൾ അല്ല എന്നും കൂടെ പറയുന്നുണ്ട്. സോ ദ കൺസെപ്റ്റ് ഓഫ് എ സ്റ്റേബിൾ coherent identity is threatened by the existence of being whose gender is not culturally intelligible. So ഇവിടെ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്, ഒരു കൊഹറന്റ് ഐഡന്റിറ്റി ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് ത്രെറ്റൻഡ് ബൈ ദ എക്സിസ്റ്റൻസ് ഓഫ് ബീയിങ്സ് whose gender is not culturally intelligible. So these unintelligible being do not exhibit the culturally prescribed alignment between sex, gender and sexual design. Okay, then this alignment is the heterosexuality of the culture requires this gender binary in order for either gender to be intelligible. The compulsory heterosexuality of the culture requires this gender binary in order for either gender to be intelligible, and this gives rise to the idea of a gender core, a stable identity that belongs to subjects that appears to be natural but is actually കൺസ്ട്രക്റ്റഡ്. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഹെട്രോനോർമേറ്റിവിറ്റി, അപ്പം ഇത് വെച്ചിട്ടാണ് എല്ലാ ജെൻഡർ ബൈനറീസിനെയും അളക്കുന്നത്. അല്ലെങ്കിൽ ഈ ഹെട്രോനോർമേറ്റിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ റീപ്രൊഡക്റ്റീവ് ക്വാളിറ്റി ആർക്ക് മാത്രമാണ്, ഹെട്രോസെക്ഷൽ ലൈഫിൽ മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. സോ അവിടെ ഒരു ബൈനറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മെയിൽ ഫീമെയിൽ ബൈനറി. സോ ഈ ഒരു ബൈനറി എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഐഡിയ ആണ് ജെൻഡർ കോർ ആയിട്ട് പറയുന്നത്. അതായത് ഈ ഒരു ഹെട്രോസെക്ഷാലിറ്റി ഒരു നോമായിട്ട് ക്രിയേറ്റ് ചെയ്ത സൊസൈറ്റിയിൽ ഒരു പ്രോബ്ലം തന്നെയാണ് എന്ത്, നാച്ചുറൽ ആയിട്ട് ഉണ്ടായ അല്ലെങ്കിൽ എന്താ പറയുന്നത് കാലാകാലം പറഞ്ഞു പോയ ഒരു പ്രോബ്ലം, അതായത് പറയാതെ പറഞ്ഞു പോയ പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടാവണം. അതായത് മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പം എത്രത്തോളം മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇൻഫ്ലുവൻസ് ഓരോ കൾച്ചർ ഏതുമായിക്കോട്ടെ, അതായത് കമ്പൽസറി ഹെട്രോസെക്ഷാലിറ്റി ഒരു കൾച്ചറായിട്ട് നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗമായി മാറുന്നുണ്ട്. അപ്പം ഈ ഒരു ഓർഡറിനെ, അതായത് മെയിൽ ഫീമെയിൽ മാത്രം ഉള്ള മെയിൽ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ ഈ രണ്ട് ബൈനറീസ് മാത്രം ക്രിയേറ്റ് ചെയ്ത് പറ്റിയുള്ള ടോക്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനപ്പുറം ആരെങ്കിലും ഒരു സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും ഇൻക്ലൂസ് ചെയ്യുന്നില്ല, സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഇതിനൊരു ചേഞ്ച് വരണം. ഇവിടെ ശരിക്കും ജെൻഡർ എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റഡ് ആണ്,
ഈ ജെൻഡർ കൺസ്ട്രക്ട് ചെയ്ത നോംസ് വെച്ചിട്ടാണ് ഒരു സൊസൈറ്റി പോകുന്നത്, അല്ലെങ്കിൽ ജെൻഡർ കൺസ്ട്രക്ട് ചെയ്ത ഐഡന്റിറ്റി വെച്ചിട്ടാണ് ഒരു സൊസൈറ്റി പോകുന്നത്. ഓക്കെ, സോ ദിസ് ജെൻഡർ അപ്പിയേഴ്സ് ടു ബി നാച്ചുറൽ ബട്ട് ഈസ് ആക്ച്വലി കൺസ്ട്രക്ട്. So some have argued that the apparent existence of substantive being or subjects is an illusion that arises as a consequence of mistaking language for reality. അപ്പം ഇതൊരു ഇല്യൂഷൻ തന്നെയാണ്. അപ്പം ഓരോ അപ്പാരന്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ്, ഈ ഒരു ഹെട്രോസെക്ഷാലിറ്റി എന്ന് പറഞ്ഞ നോം, ഇതെല്ലാം നമ്മൾ അല്ലെങ്കിൽ സൊസൈറ്റി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഇല്യൂഷൻസ് മാത്രമാണ്. ദാറ്റ് എറേസ് ആസ് എ കോൺസിക്വൻസ് ഓഫ് മിസ്റ്റേക്കിംഗ് ലാംഗ്വേജ് ഫോർ റിയാലിറ്റി. അപ്പം എങ്ങനെയാണ്, അതായത് ലാംഗ്വേജ്, ഓരോ ലാംഗ്വേജ് എങ്ങനെയാണോ ഫോളോ ചെയ്ത് പോകുന്നത്, ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്, അതുപോലെയാണ് ഈ ഒരു ജെൻഡർ നോംസും പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്, ഇറ്റ് ഇസ് ആൻ ഇല്യൂഷൻ. റാഡിക്കൽ ഫെമിനിസ്റ്റ് തിയറിസ്റ്റ് Monique Wittig undertook a critique of the French language to show how personhood cannot be designed in language apart from gendered categories. Butler asserts that gender is neither a solid thing nor a set of qualities, but it is rather a performance or doing. ഇവിടെ ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോളിഡ് തിങ് അല്ലെന്നും ഒരു ക്വാളിറ്റി അല്ലെന്നും പകരം ഇതൊരു പെർഫോമൻസ് ആണെന്നും അല്ലെങ്കിൽ വേ ഓഫ് ഡൂയിങ് ആണെന്നും ബട്ട്ലർ പറയുന്നു. ഇതെല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഓവർ ടൈം പെർഫോംഡ് എക്സ്പ്രഷൻസ് ഓഫ് ജെൻഡർ ഗീവ് ടു ദ അപ്പിയറൻസ് ഓഫ് സോളിഡ് ഐഡന്റിറ്റി. ഈ ഒരു പെർഫോമൻസ്, ഈ ഒരു ജെൻഡർ പെർഫോമൻസ് ആണ് പിന്നീട് അവരുടെ സോളിഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി മേക്ക് ചെയ്യുന്നതെന്നും പറയുന്നു. Then the chapter 6, language, power and the strategies of displacement. Butler asserts that being a woman is not having a certain fixed substance. Instead, it is a process, a becoming and a construction. So ഒരു സ്ത്രീ ആവുക എന്നുള്ളത് അല്ലെങ്കിൽ ബീങ് എ വുമൺ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അല്ല, പകരം ഇതൊരു പ്രോസസ് ആണ്, ഒരു ബിക്കമിങ് ആണ്, ഒരു കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, അക്കോർഡിംഗ് ടു Monique Wittig, language creates the illusion of the category of sex, rendered culturally as a genital-based sexuality where women are defined by their reproductive functions. So language is open to change, however. Okay, Montaigne പറഞ്ഞേക്കുന്നത് എന്താണ്? ഒരു genital-based sexuality ആണ് ഇവിടെ പറയുന്നത്. Where women are defined by their reproductive function. Women എങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നു? അവരുടെ reproductive function വെച്ചിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നു. And this idea is an illusion of the category of sex. Okay, so language is open to change. Then Wittig takes advantage of this in her promotion of diffuse sexuality or polymorphous perversity in contrast to the genital based sexuality that is the norm. Okay, so Wittig എന്ത് കൊണ്ടുവരുന്നു? പ്രൊമോഷൻ ഓഫ് ഡിഫ്യൂസ് സെക്ഷുവാലിറ്റി, അതായത് ഈ ഒരു തോട്ടിനൊരു ചേഞ്ച്, ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ നോം മാറണം, അല്ലെങ്കിൽ വുമണിനെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയിട്ട് കാണുന്ന ഒരു ചിന്താഗതി മാറണം, അതിന് പകരം പുതിയ തോട്ട് വരണം എന്ന് വിറ്റിംഗ് പറയുന്നുണ്ട്. ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫീൽഡ് ഓഫ് പവർ give rise to and seek to regulate this process of identity creation through discourses in line with its heterosexism and phallocentrism. This has been asserted by Michael Foucault, who claims that sexuality and power are coextensive. അപ്പം മിഷേൽ ഫ്യൂക്കോയുടെ തിയറിയായിട്ട് നമുക്ക് ഇതൊന്ന് ചേർത്ത് വെച്ച് വായിക്കാം. അതായത് സെക്ഷുവാലിറ്റി എവിടെ ഉണ്ടോ അവിടെ പവറും ഉണ്ട്. ഒരു പവർ റിലേഷൻ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. മെയിൽ ഫീമെയിൽ, ഡോമിനന്റ് സബ്മിസീവ്, ഈ ഒരു പവർ റിലേഷൻ എന്തായാലും സെക്ഷുവാലിറ്റിയിലും പവറിലും എന്താ പറയുന്നത് കോഎക്സിസ്റ്റീവ് ആണെന്ന് ഫൂക്കോ പറയുന്നുണ്ട്. ആൻഡ് ദെയർഫോർ there cannot exist a sexuality or gender identity outside of this field of power. അതുകൊണ്ട് തന്നെ ഒരു സെക്ഷുവാലിറ്റിക്കും ഒരു ജെൻഡർ ഐഡന്റിറ്റിക്കും ഈ ഫീൽഡ് ഓഫ് പവറിന് പുറത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഇവരും പവറിനുള്ളിൽ തന്നെയാണ്, ഈ ഒരു പവർ സ്ട്രക്ചറിനുള്ളിൽ തന്നെയാണ് ഇവരുടെ വർക്കിങ്ങും, ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഹെജിമണി ഇതിനുള്ളിൽ തന്നെയാണ് എന്ന് ആര് പറയുന്നുണ്ട്? ഈ ഒരു വർക്കിലൂടെ ബട്ട്ലർ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബട്ട് ബിക്കോസ് ജെൻഡർ ഈസ് എ പ്രോസസ്, ഇറ്റ് ക്യാൻ ബി ഓൾട്ടേർഡ്. ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോസസ് ആണ്, ഒരു നോമാണ്. നാളെ തലമുറകളിൽ മാറി മാറി വരുമ്പം ചിലപ്പം ഈ നോംസ് ഒന്നും കൂടെ പുതിയ രീതിയിൽ വരാം, അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചേഞ്ച് ആയിട്ട് മാറാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് ഡൂയിങ് ജെൻഡർ പെർഫോമിംഗ് can use hyperbole, dissonance and internal confusion to subvert or displace the field of power within which it exists. അതുകൊണ്ട് തന്നെ ഈ ഒരു കൈൻഡ് ഓഫ് ഡൂയിങ് ജെൻഡർ എന്ന് പറയുന്നത് പവറുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ഓരോ എന്താ പറയുന്നത് ജെൻഡർ നോംസ് എന്ന് പറയുന്നത് നാളെ സമൂഹത്തിൽ ഈ ഒരു ജെൻഡർ നോംസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് വരാം. സോ ഇതൊരു ഓൺഗോയിങ് പ്രോസസ് ആണ്. ഏത് രീതിയിലാണോ സമൂഹം ഇത് പിന്നീടുള്ള ആ ഒരു മാറ്റത്തെ പോസിറ്റീവായിട്ട് വെൽക്കം ചെയ്യുന്നത്, പോസിറ്റീവായിട്ട് വെൽക്കം ചെയ്യുന്ന മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് നോമായിട്ട് പിന്നീടും കണ്ടിന്യൂ ചെയ്ത് പോകും എന്ന് പറയുന്നു.
Then in her task of constructing a genealogy of gender ontology, Butler investigates the specific ways in discourse has produced the illusion of a real gender binary. And she also explains these mechanisms in terms of the field of power's interest in maintaining this binary and its appearance as a natural, substantive reality. Here, her overall goal is to make gender trouble by exposing ways these supposedly fixed categories of identity can be revealed to be constructed illusions. അപ്പം ഈ ഒരു എസ്സേ കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് പ്രസന്റേഷനിൽ പറഞ്ഞത് കൊണ്ടാണ് ഇത് കുറച്ച് എന്താ പറയുക ഓടിച്ചു പോവുക. കറക്റ്റായിട്ട് മെറ്റീരിയൽ നോട്ട്സ് ഈ ഒരു PPT അവൈലബിൾ ആണ്. വ്യക്തമായിട്ട് വായിക്കുക. ഫസ്റ്റ് PPT കണ്ടതിന് ശേഷം, ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം സെക്കൻഡ് കാണുക. അപ്പം കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് കിട്ടും. ഇതിൽ കുറച്ച് ടേംസും കൺസെപ്റ്റ്സും കുറച്ച് തിയറിസ്റ്റും ഒക്കെ വരുന്നുണ്ട്. പറഞ്ഞു പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് തന്നെയാണ്. സോ വായിക്കുക, മനസ്സിലാക്കുക. താങ്ക് യു.